ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക്. മറ്റൊരു അനുഭവത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു സാധാരണ കുടുംബം യാതൊരു കാരണവുമില്ലാതെ തങ്ങളുടെ വീടിനുള്ളിൽ കുടുങ്ങിപ്പോകുന്നതാണ് കഥ. വീടിൻ്റെ വാതിലുകളോ ജനലുകളോ ഒന്നും തുറക്കാൻ കഴിയുന്നില്ല. ഈ ഒരു കുടുംബം മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരും, ലോകത്ത് മൊത്തവും ഇതേ അവസ്ഥയാണ്. എല്ലാവരും പുറം ലോകത്ത് എന്ത് സംഭവിക്കുന്നതെന്നറിയാതെ ഉള്ളിലെ ഭക്ഷണ സാധനങ്ങൾ വെച്ച് അതിജീവിക്കാൻ ശ്രമിക്കുന്നതും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന തത്രപ്പാടുകളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അവരത് ജീവിക്കുമോ? പുറത്തേക്ക് എത്തിപ്പെടുമോ? എന്താണ് ഇതിനുള്ളിലെ പ്രതിഭാസം? എന്താണ് അവർക്ക് ചുറ്റും നടക്കുന്നത് എന്നറിയാൻ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ഈ സിനിമയുടെ കഥ ആരംഭിക്കുന്ന തന്നെ വളരെ ചിന്തനീയമായ ഒരു വാചകത്തിലൂടെയാണ്. ഈ ഗ്രഹത്തിന് ഭൂമി, കര എന്ന് പേരിട്ടത് എത്ര വലിയൊരു അബദ്ധമാണ്. കാരണം സത്യത്തിൽ ഇത് മുഴുവനെ ഒരു സമുദ്രമല്ലേ. ഈ ഒരൊറ്റ ചിന്തയിൽ തന്നെ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ സൂചന സംവേദകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ മനുഷ്യർ കരയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇതിനെ ഭൂമി എന്ന് വിളിക്കുന്നു. എന്നാൽ ഈ ഗ്രഹം ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. ആ വെള്ളത്തിനടിയിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കറിയാം. കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ജെയ്സൺ എന്നു പേരുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അവൻ്റെ ലോക്കൽ ഡോക്കിൽ, അതായത് കടൽപ്പാലത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാന്തമായ അന്തരീക്ഷം. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൻ്റെ ചൂണ്ടയിലൊരു മീൻ കുടുങ്ങുന്നു. വളരെ സന്തോഷത്തോടെ അവൻ ആ മീനിനെ വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും അതൊരു ചെറിയ മീൻ കുഞ്ഞാണെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇത്രയും ചെറിയ മീനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ, ഇവൻ ഇനിയും വളരട്ടെ എന്ന് കരുതി വളരെ ദയോടെ ജെയ്സൺ ആ മീനിനെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ വിടുന്നു. ചെറിയൊരു സീനാണെങ്കിലും ഈ സിനിമ മൊത്തത്തിൽ തന്നെ പ്രതിഫലിക്കുന്ന ഒരു രംഗമാണിത്. ഒപ്പം ഇത് ജെയ്സന്റെ സ്വഭാവം എന്താണെന്ന് കൂടി നമുക്ക് കാണിച്ചു തരുന്ന ഒരു സീൻ കൂടിയാണ്. ഉള്ളിൽ നല്ലൊരു മനസ്സുള്ള, എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന ഒരു മനുഷ്യനാണവൻ. അവൻ മീൻപിടുത്തം നിർത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ആകാശത്ത് വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ദൂരെ നിന്നും കറുത്ത കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. വലിയൊരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാൻ വരുന്നു. ജെയ്സൺ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് വേഗം തൻ്റെ കാറിലേക്ക് കയറി വീട്ടിലേക്ക് തിരിച്ചു. ജെയ്സൺ താമസിക്കുന്നത് നഗരത്തിൽ നിന്ന് കുറച്ച് മാറി വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ കോളനിയിലാണ്. അവിടെയുള്ള ആളുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കുന്നവരോ ഇടപഴകുന്നവരോ ഒന്നും അല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു തരം പ്രദേശം. മഴ പതിയെ ചാറി തുടങ്ങിയിരുന്നു. മഴ കനക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തുനിന്ന് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് കയറി വാതിലുകൾ അടച്ചു. ചിലരൊക്കെ ഇതിനിടെ നടക്കാനും ജോഗിനൊക്കെ പോയിരിക്കുകയുമായിരുന്നു. ജെയ്സൺ എന്തായാലും തൻ്റെ വീടിന് മുന്നിലെത്തി. കാർ ഗരാജിലേക്ക് കയറ്റാനായിട്ട് വണ്ടിക്കുള്ളിൽ സെൻസർ റിമോട്ട് വെച്ചിട്ട് ഗരാജിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ഡോർ തുറക്കാൻ അവന് കഴിഞ്ഞില്ല. അതെങ്ങനെ ജാമായി പോയിരിക്കുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൻ കാർ ഗരാജിൻ്റെ പുറത്ത് തന്നെ പാർക്ക് ചെയ്തു. അങ്ങനെ വീടിനുള്ളിലേക്ക് നടന്നു കയറുമ്പോൾ ആ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. പെയിൻ്റൊക്കെ അടർന്നുപോയ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളൊരു പഴയ വീടാണത്. ജെയ്സൺ ഇപ്പോൾ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. പണമാട് കുടുംബത്തിലെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. വീടിനുള്ളിലേക്ക് കയറിയ ഉടനെ അവനെ സ്വീകരിക്കാനായി ഓടിയെത്തിയത് അവരുടെ പ്രിയപ്പെട്ട വളർത്തുന്നതായ കാസിഡിയാണ്. കാസിഡി ഒന്ന് തലോടിയ ശേഷം ജെയ്സൺ നേരെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ അവൻ്റെ ഭാര്യ ആൻ, ഡാനി എന്നും വിളിക്കാം, അവളും അവരുടെ 2 മക്കളെ ഗ്യാരിയും റൂത്തും ഉണ്ടായിരുന്നു. അവരെ കാണാൻ വരുമ്പോൾ ജെയ്സൺ വെറുതെ ഒന്നില്ല. അവർക്ക് 3 പേർക്കും ഏറെ ഇഷ്ടമുള്ള ഡോണറ്റ്സ് അവൻ വാങ്ങി വന്നിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അച്ഛൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആ കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഡോണറ്റ്സ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർ കാര്യം ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ പൂർണ്ണമായും കട്ടായിരിക്കുന്നു. ഫോണിൽ റേഞ്ചില്ല, വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. പുറത്ത് വലിയ മഴയും കാറ്റും ഉള്ളത് കൊണ്ടാകാം നെറ്റ് പോയെന്ന് അവർ കരുതി. ആ സമയത്ത് ഭാര്യ ആൻ വീണ്ടും പഴയ ഒരു വിഷയം സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് താമസം മാറണം ജെയ്സൺ. ഈ വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. പ്രത്യേകിച്ച് ഈ ചിമ്മിനി കണ്ടില്ലേ, അതേത് നിമിഷവും താഴേക്ക് തകർന്ന് വീഴുമെന്നാണ് തോന്നുന്നത്. നമുക്കിനിയും ഇവിടെ തുടരാൻ കഴിയില്ല. അങ്ങനെ അവൾ തൻ്റെ ആശങ്കകൾ ഭർത്താവുമായി പങ്കുവച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചത്. അതൊക്കെ പോട്ടെ, നമുക്ക് ക്രിസ്മസ് ട്രീ വാങ്ങാൻ പോകട്ടെ, സമയം വൈകുന്നു. അതെ, ക്രിസ്മസ് അടുത്തിരിക്കുകയാണ്. അത് ആഘോഷിക്കാൻ വേണ്ടി അവർക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങാൻ പുറത്ത് പോകണമായിരുന്നു. എല്ലാവരും വേഗം റെഡിയായി മുൻവാതിലിൻ്റെ അടുത്തേക്ക് വന്നു. ജെയ്സൺ വാതിൽ തുറക്കാൻ വേണ്ടി ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. പക്ഷേ വാതിൽ അനങ്ങുന്നില്ല. അവനൊന്നുകൂടി ശക്തിയായി വലിച്ചു നോക്കി. ഒരു രക്ഷയില്ല. വാതിൽ അവിടെ ഉറച്ചു പോയതുപോലെ തോന്നുന്നു. ഗരാജിൻ്റെ ഡോർ ജാമായതുപോലെ ഈ വാതിലും ജാമായതാകുമെന്ന് കരുതി ജെയ്സൺ വേഗം വീടിൻ്റെ പിൻവാതിൽ തുറക്കാൻ പോയി. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് പിൻവാതിലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ജെയ്സൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തു. അവൻ വേഗം വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പുറത്തേക്ക് അടക്കമുള്ള എല്ലാ വഴികളും പൂർണ്ണമായും അടഞ്ഞു പോയിരുന്നു. ഒന്നും തുറക്കാൻ കഴിയുന്നില്ല. ഇതൊരു സാധാരണ ജാമായതല്ല എന്നവന് മനസ്സിലായി. അവൻ ആനിനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ ഭാരമുള്ളൊരു ഇരുമ്പഷ്ണം എടുത്ത് ജനലിലേക്ക് അടിച്ചു. അത് പൊളിച്ച് പുറത്ത് കിടക്കാമെന്ന് മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ എത്ര വലിയ ശക്തി ഉപയോഗിച്ച് അടിച്ചിട്ടും ആ ജനാലയിൽ പോറൽ വീഴുന്നതല്ലാതെ അത് പൊളിയുന്നില്ല. ഇത് ഇമ്പോസിബിളാണ്. കതവ് ചൊടി തുറക്കാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല. ആ വീട് ഒരു ഇരുമ്പ് കോട്ട പോലെ, അല്ലെങ്കിൽ അതിൽ ശക്തമായ ഒരു പേടകം പോലെയായി മാറിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലായില്ല. ആകെ പരിഭ്രാന്തരായ അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കുന്നത്. തങ്ങൾ മാത്രമല്ല,
ഈ കോളനിയിലെ എല്ലാ കുടുംബങ്ങളും അവരുടെ വീടുകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ജനലിലൂടെ പുറത്തേക്ക് നോക്കി പരിഭ്രാന്തരായി നിൽക്കുന്നവർ കണ്ടു. പെട്ടെന്നാണ് അവർ തങ്ങളുടെ അയൽക്കാരിയെ സൂസനെ പുറത്ത് കാണുന്നത്. ഈ സംഭവങ്ങളെല്ലാം തുടങ്ങുന്ന സമയത്ത് അവൾ വീടിന് പുറത്തു പോയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഭയന്നുപോയ സൂസൻ എങ്ങനെയെങ്കിലും പുറത്തുപോയി സഹായം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. അയൽവാസികൾക്കെല്ലാം ഇത് ചെറിയൊരു ആശ്വാസമായി. കുറഞ്ഞ വശം ഒരാളെങ്കിലും പുറത്തുണ്ടല്ലോ, അവൾ പോയി പോലീസിനെ ഫയർഫോഴ്സിനെ കൂട്ടിക്കൊണ്ടുവരും എന്നവർ പ്രത്യേകിച്ചു. എന്നാൽ ഈ സംഭവം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? എന്താണ് തങ്ങളെ ഈ വീടിനുള്ളിലേക്ക് തളച്ചിടുന്നത്? കുറച്ച് സമയം കടന്നുപോയി. പുറത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. വീട്ടിൽ കുടുങ്ങിപ്പോയ ജെയ്സണും കുടുംബവും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ്. അവർക്ക് തങ്ങളുടെ അയൽക്കാരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഓരോ വീടുകളിൽ പെട്ടിരിക്കുകയാണല്ലോ. അയൽക്കാരിൽ ഒരാൾക്ക് സ്വന്തമായൊരു ബോട്ടുണ്ടായിരുന്നു. അവർ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു, ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് വേണം ആ ബോട്ട് വാടകയ്ക്കെടുത്ത് നമുക്കെല്ലാവർക്കും കൂടി വലിയൊരു പാർട്ടി നടത്താൻ. ഭയപ്പെടുന്ന ഈ സാഹചര്യത്തിലും കുട്ടികളുടെയും ഭാര്യയുടെയും മനസ്സ് ശാന്തമാക്കാൻ ജെയ്സൺ ശ്രമിക്കുകയായിരുന്നു. അതേസമയം റോഡിനപ്പുറത്തുള്ള റിച്ചാർഡ്സൺ കുടുംബം ജനലിലൂടെ ചില കാര്യങ്ങൾ കാണിച്ച് അവരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം പുറത്തേക്ക് കേൾക്കാത്തതുകൊണ്ട് അവർ വലിയ കടലാസുകളിലോ ബോർഡിലോ ഒക്കെയാണ് അക്ഷരങ്ങൾ എഴുതി ജനലിലൂടെ കാണിക്കുന്നത്. റിച്ചാർഡ്സൺ ചോദിച്ചതായിരുന്നു, ഇതിനു പിന്നിൽ ഗവൺമെൻറ്റോ മറ്റോ ആണോ, അതോ അന്യഗ്രഹജീവികളോ? കാരണം സാധാരണ നിലയിൽ ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. വീടിൻ്റെ ഒരു ജനൽച്ചില്ല് പോലും ഒരു ചുറ്റിക വെച്ച് അടിച്ചിട്ട് പൊട്ടുന്നില്ലെങ്കിൽ അതിനു പിന്നിൽ മനുഷ്യനതീതമായ എന്തോ ശക്തിയുണ്ട്. ജെയ്സണും ഇതേ ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൻ ചിന്തിച്ചത് ഇതവരുടെ കോളനിയിൽ മാത്രം നടക്കുന്ന കാര്യമാണോ, അതോ ലോകം മുഴുവൻ ഇങ്ങനെ വീടുകൾക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണോ എന്നാണ്. അന്ന് രാത്രി ജെയ്സൺ തൻ്റെ കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളത് ഒരുമിച്ച് നേരിടും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പുറത്ത് കിടക്കും. അവനങ്ങനെ അവർക്ക് ധൈര്യം നൽകി. മകളായ റൂത്തിന് ഇതൊക്കെ തുടങ്ങാൻ കാരണം ഈ വലിയ മഴയാണെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ജെയ്സൺ അവളെ ആശ്വസിപ്പിച്ചു, ഇതൊരു സാധാരണ മഴ മാത്രമാണ് മോളെ, ഇതിൽ പേടിക്കാനൊന്നുമില്ല. എന്നാൽ ഭാര്യ ആൻ വലിയ ടെൻഷനിലായിരുന്നു. അവൾക്ക് അവളുടെ ഒറ്റയ്ക്കുള്ള മാതാപിതാക്കളെക്കുറിച്ച് ഓർത്തായിരുന്നു പേടി. അവർക്ക് എന്ത് സംഭവിച്ചു കാണും എന്ന് കരുതി അവൾ കരയാൻ തുടങ്ങി. ജെയ്സൺ അവളെ സമാനിപ്പിച്ചു, ആനി നീ ഒന്ന് നോക്കിയേ, എതിർവശത്തുള്ള റിച്ചാർഡ്സൺ കുടുംബം സുരക്ഷിതരാണ്. അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളും സുരക്ഷിതരായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. തുടർന്ന് ജെയ്സൺ ആനെ മാത്രം മാറി നിർത്തി ഒരു കാര്യം കാണിച്ചു. അതൊരു പിസ്റ്റളായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് അവൻ രഹസ്യമായി വാങ്ങി സൂക്ഷിച്ചായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ ആനിന് ചെറിയൊരു ആശ്വാസം തോന്നി. കാരണം പുറത്ത് എന്താണ് നടക്കുന്നത് ആർക്കും അറിയില്ല. ഒരായുധം കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. പിറ്റേന്ന് രാവിലെ ഉണർന്നുടനെ ജെയ്സൺ വീണ്ടും മുൻവാതിൽ പൊളിക്കാൻ ശ്രമം തുടങ്ങി. അപ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച ശ്രദ്ധിക്കുന്നത്. വീടിന് ചുറ്റും പെയ്യുന്ന മഴവെള്ളം വീടിൻ്റെ തറയിലും ഭിത്തിയിലും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. എന്നാൽ ആ മഴവെള്ളം സ്പർശിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരു മാന്ത്രിക ശക്തിയിലെന്ന പോലെ പൂർണ്ണമായും സീൽ ചെയ്യപ്പെടുകയാണ്. ജെയ്സൺ തൻ്റെ കണ്ടെത്തൽ ആനിനോട് വിശദീകരിച്ചു. ആൻ, ഇങ്ങോട്ട് നോക്കൂ, ഈ മഴവെള്ളം തന്നെയാണ് ഈ വീടിനെ പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നത്. അതൊരു അദൃശ്യ കവചം പോലെ വീടിനെ പൊതിഞ്ഞിരിക്കുകയാണ്. വെള്ളം തട്ടുന്ന ഒരു സ്ഥലവും നമുക്ക് തുറക്കാൻ കഴിയില്ല. ഇനി ഈ അവസ്ഥയിൽ എത്ര കാലം കഴിയേണ്ടി വരുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ചുകൂടി ഗൗരവമായി കാണാൻ അവർ തീരുമാനിച്ചു. അതിജീവനത്തിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. കുട്ടികൾക്ക് പേടി തോന്നാതിരിക്കാൻ ജെയ്സൺ താൻ കാലങ്ങളായി ശേഖരിച്ചു വെച്ചിരുന്ന പാട്ടുകളുടെയും സിനിമകളുടെയും കളക്ഷൻ പുറത്തെടുത്തു. നിർഭാഗ്യവശാൽ അവരുടെ കയ്യിൽ വെറും 2 സിനിമകളുടെ DVD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എത്ര കാലം ഈ 2 സിനിമകൾ കണ്ടിരിക്കണം എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അടുത്തതായി അവർ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളുടെ കണക്കെടുത്തു. പാചകം ചെയ്യാവുന്നതും അല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും വെച്ച് നോക്കുമ്പോൾ പരമാവധി 2 മാസമായി കൂടി അവർക്ക് ജീവിക്കാം. അതിൽ കൂടുതൽ ഭക്ഷണം അവരുടെ കയ്യിലില്ല. ഇനി മുതൽ നമ്മൾ ഭക്ഷണം മാത്രമല്ല, വെള്ളവും കറണ്ടും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ജെയ്സൺ എല്ലാവർക്കും നിർദ്ദേശം നൽകി. കാരണം കറണ്ടോ വെള്ളമോ ഒരിക്കൽ നിന്നുപോയാൽ പിന്നീട് ഒരിക്കലും അത് തിരികെ കിട്ടിയെന്ന് വരില്ല. അന്നുച്ചയ്ക്ക് ജെയ്സൺ തൻ്റെ കുട്ടികളെ മീൻ വെട്ടാനും അത് വൃത്തിയാക്കാനും പഠിപ്പിച്ചു. ഭാവിയിൽ ഭക്ഷണത്തിന് ക്ഷാമം വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അതിജീവന പാഠങ്ങൾ അവർക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയാണ് അവരങ്ങനെ ചെയ്തത്. കുട്ടികളിതൊരു കളിയായിട്ടാണ് എടുത്തത്. അവർ വളരെ ആവശ്യത്തോടെ അതെല്ലാം പഠിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞു. ഒരു ദിവസം ജെയ്സണും ആനും കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ആനൊരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു. ജെയ്സൺ, നമ്മുടെ കയ്യിൽ കുറച്ച് പച്ചക്കറിയുടെ വിത്തുകൾ ഇരിപ്പുണ്ട്. അതുപയോഗിച്ച് ഈ വീടുകളിൽ തന്നെ ചെറിയൊരു കൃഷി തുടങ്ങിയാലോ? ഭക്ഷണം തീർന്നു പോകുന്ന അവസ്ഥ വന്നാൽ ഇത് നമുക്ക് വലിയൊരു സഹായമാകും. ജെയ്സണും അവർ നല്ല ആശയമായി തോന്നി. അന്ന് വൈകുന്നേരം ജെയ്സൺ ജനലിലൂടെ അയൽക്കാരനായ റിച്ചാർഡ്സണുമായി സംസാരിച്ചു, ആംഗ്യങ്ങളിലൂടെ. ഈ റിച്ചാർഡ്സൺ ഒരു ഡെന്റിസ്റ്റാണ്. വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരാളാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് കേട്ട് ജെയ്സൺ ഞെട്ടിപ്പോയി. റിച്ചാർഡ്സൺ കുടുംബത്തിൻ്റെ കയ്യിലുള്ള ഭക്ഷണം പൂർണ്ണമായും തീർന്നിരിക്കുന്നു. ജെയ്സണിന് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അയൽക്കാരൻ വിശന്ന് വലയുകയാണെന്നറിയാം. പക്ഷേ അവരെ സഹായിക്കാൻ ഒരു തരി ഭക്ഷണം പോലും ജനലിലൂടെ പുറത്തു കൊടുക്കാൻ കഴിയില്ല. പൂർണ്ണമായും അവർ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 2 ആഴ്ചകൾ കൂടി കടന്നുപോയി. വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമാക്കാൻ ജെയ്സൺ പരമാവധി ശ്രമിച്ചു. അവർ കുട്ടികൾക്കൊപ്പം ഡാൻസ് കളിക്കുകയും എല്ലാവരും ചേർന്ന് പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഇതെല്ലാം അവർ സഹായിച്ചു. അങ്ങനെ അവർ കാത്തിരുന്ന ക്രിസ്മസ് വന്നെത്തി. അന്ന് രാത്രി കോളനിയിലെ എല്ലാ വീടുകളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു.
ഓരോ കുടുംബവും അവളുടെ വീടുകൾക്കുള്ളിൽ നിന്ന് ജനലിലൂടെ മെഴുകുതിരികൾ കാണിച്ച് ദൂരെ നിന്ന് പരസ്പരം ക്രിസ്മസ് ആശംസകൾ കൈമാറി. വളരെ സങ്കടകരവും എന്നാൽ വൈകാരികമായ നിമിഷമായിരുന്നു അത്. അന്ന് രാത്രി റൂത്തും ഗാരിയും ജനലരികിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തെ കനത്ത മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്ന് റൂത്ത് ആ കാഴ്ച കണ്ടു. ഇരുട്ടിൽ മഴയത്ത് ഒരു ഭീകരജീവി നിൽക്കുന്ന പോലെ. അതൊരു മൃഗമല്ല, മനുഷ്യനുമല്ല, ഭയപ്പെടുത്തുന്ന രൂപമുള്ള ഒരു അജ്ഞാത രാക്ഷസൻ. അവൾ അത്ഭുതത്തോടെയും പേടിയോടെയും അത് നോക്കി നിന്നു. എന്നാൽ ഗാരിക്ക് അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലായില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഒരേ ഭക്ഷണം തന്നെ കഴിച്ച് കുട്ടികൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. ഒരു ദിവസം അത്താഴ സമയത്ത് റൂത്ത് താൻ പുറത്തുണ്ട ഭീകരജീവിയെക്കുറിച്ച് എല്ലാവരോടുമായി പറഞ്ഞു. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു, അത് കാണാൻ പേടിപ്പെടുത്തുന്നതാണെങ്കിലും എനിക്ക് തോന്നുന്നത് അതൊരു പാവം ജീവിയാണെന്നാണ്. അത് നമ്മളെ ഒന്നും ചെയ്യില്ല. എന്നാൽ ജെയ്സൺ അതൊന്നും വിശ്വസിച്ചില്ല. മോളെ, ഇരുട്ടത്ത് നിനക്ക് തോന്നിയതാകും, പുറത്ത് അങ്ങനെയൊന്നുമില്ല, അവൻ പറഞ്ഞു. തന്നെ ആരും വിശ്വസിക്കില്ല എന്ന് കണ്ടപ്പോൾ റൂത്തിന് സങ്കടമായി. ഇത് മനസ്സിലാക്കി ആൻ വേഗം കുറച്ച് കുക്കീസ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. അതോടെ എല്ലാവരുടെയും മുഖത്ത് വീണ്ടും ചിരി വിടർന്നു. അന്ന് രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷം ജെയ്സണും മാനും തനിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവർ ടി വിയിൽ എയർഫോഴ്സ് 1 എന്ന സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരൊറ്റ സിനിമ തന്നെ അവർ ഒരുപാട് തവണ കണ്ടു കഴിഞ്ഞിരുന്നു. തുടർന്ന് അവർ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. എന്നാൽ ആശ്ചര്യപ്പെടുത്തുന്നത്, കാട്ടിലെ മൃഗങ്ങൾ ഓരോന്നായി അവിടെ കോളനി റോഡിലൂടെ സ്വതന്ത്രമായി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യരെല്ലാം വീടുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടതോടെ പുറലോകം പൂർണ്ണമായും ഇപ്പോൾ മൃഗം കൈയടക്കി തുടങ്ങിയിരിക്കുകയാണ്. പിറ്റേന്ന് ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുന്ന ദിവസമായിരുന്നു. അവിടെ കയ്യിൽ പുതിയതേ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ മുമ്പുണ്ടായിരുന്ന പഴയ സാധനങ്ങൾ തന്നെ അവർ പരസ്പരം സമ്മാനമായി നൽകി. എങ്കിലും അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ഇതിനിടയിൽ ആനിൻ്റെ ശ്രമങ്ങൾ ബലം കണ്ടു തുടങ്ങിയിരുന്നു. അവൾ വീടിനുള്ളിൽ നട്ട തക്കാളി ചെടികൾ ചെറിയ രീതിയിൽ വളർന്നു തുടങ്ങി. അതവർക്ക് വലിയൊരു പ്രതീക്ഷയും നൽകി. എന്നാൽ സന്തോഷങ്ങൾ അധികനാൾ നീണ്ടു നിന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റൂത്ത് ജനലിലൂടെ നോക്കുമ്പോൾ റിച്ചാർഡ്സന്റെ ഭാര്യ വളരെ ആവശ്യ നിലയിൽ നിൽക്കുന്നത് കണ്ടു. ആഹാരമൊന്നുമില്ലാതെ തളർന്നുപോയ ലക്ഷണങ്ങൾ അവരുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അവരവിടെ വീഴുന്നത് റൂത്ത് നേരിട്ട് കണ്ടു. ജെയ്സണും മാനും പെട്ടെന്ന് പിടിച്ച് മാറ്റി. കാരണം അത് മിസസ് റിച്ചാർഡ്സന്റെ അവസാന നിമിഷങ്ങളായിരുന്നു. ഈ സംഭവം ജെയ്സന്റെ കുടുംബത്തെ വലിയൊരു ഭയത്തിലേക്ക് തള്ളിയിട്ടു. ജെയ്സൺ പണ്ടേ ഭയപ്പെട്ടിരുന്നൊരു കാര്യമായിരുന്നു ഇത്. അസുഖം വന്നാലോ ഭക്ഷണം തീർന്നാലോ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് റിച്ചാർഡ്സന്റെ ഭാര്യയ്ക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നാളെ തങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഈ അവസ്ഥ വരാം. ഇത് വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു പ്രശ്നം കൂടി അവരെ തേടിയെത്തി. അവരുടെ പ്രിയപ്പെട്ട നായ കാസിഡിക്ക് ദിവസവും കൊടുക്കേണ്ട മരുന്ന് തീരാറായിരിക്കുന്നു. മരുന്നില്ലെങ്കിൽ അതിന് ജീവൻ നിർത്താൻ കഴിയില്ല. കാരണം നല്ല പ്രായമുള്ളൊരു നായയാണ്. ജെയ്സൺ വളരെ സങ്കടത്തോടെ ആവുന്ന രീതിയിൽ കാസിഡിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഒരു രാത്രി റൂത്ത് കാസിഡിക്ക് കാവലിരിക്കുകയായിരുന്നു. അവൾ വെറുതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ടു. അതവരുടെ അയൽക്കാരിയായ ആ സൂസനായിരുന്നു. വീടുകളിൽ അടയ്ക്കപ്പെടുന്ന സമയത്ത് പുറത്തായിരുന്ന സൂസൻ ദിവസങ്ങൾക്ക് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. അവൾ പേടിച്ചു കുറച്ച് അവിടെ ജനലരികിൽ വന്നു നിന്ന് അകത്തേക്ക് കയറ്റാൻ അപേക്ഷിച്ചു. ഇതുകൊണ്ട് റൂത്ത് വേഗം വീട്ടിലുള്ള എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നു. അവർ ജനലിലൂടെ സൂസനെ നോക്കി. സൂസൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ദൈവത്തോർത്തന്നെ അകത്തേക്ക് കയറ്റൂ, അവർ നിങ്ങളെല്ലാവരെയും കൊല്ലും, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആ വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് സൂസന് പിന്നിലായി അതിഭീകരമായ ഒരു വലിയ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുട്ടിൽ നിന്നും ഒരു കൂറ്റൻ രാക്ഷസരൂപം പുറത്തു വന്ന് സൂസനെ ആക്രമിച്ചു. വീട്ടിലുള്ളവർ ഭയന്ന് വിറച്ചുപോയി. അപ്പോഴാണ് അവർ ചുറ്റും നോക്കുന്നത്. ആ കോളനി മുഴുവൻ അത്തരം ഭീകരജീവികളുടെ നിഴൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവയെല്ലാം വീടുകൾക്ക് ചുറ്റും റോന്തു ചുറ്റുന്നു. പെട്ടെന്ന് കണ്ണഞ്ചിപ്പിക്കുന്നൊരു വലിയ വെളിച്ചം അവിടെ ആകെ പരന്നു. ആ വെളിച്ചം മാറിയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. സൂസനെ കാണാനില്ല, ആ രാക്ഷസന്മാരെയും കാണാനില്ല. എല്ലാം നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ സംഭവം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. ജെയ്സൺ കർശനമായ നിർദ്ദേശം നൽകി, ഇനി ആരും തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് പോരുത്, പുറത്തേക്ക് നോക്കുകയും വേണ്ട. ഇതോടെ റൂത്ത് മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം ഓർമ്മ വന്നു. അങ്ങനെ അവർ അവളുടെ ഡ്രോയിങ്സ് നോട്ട്സും ഒക്കെ പരിശോധിച്ചു. റൂത്ത് നേരത്തെ തന്നെ ഈ ജീവികളെ കണ്ടിരുന്നല്ലോ. അവൾ അവയെക്കുറിച്ച് പല തിയറികളും ചിന്തിച്ചു കൂട്ടിയിരുന്നു. ഇതിൽ ചില ജീവികൾ ഉപദ്രവകാരികളല്ല, അവ നമ്മളോട് സൗഹൃദമുള്ളവരാണ് എന്നൊക്കെ പോലെയുള്ളവരൊന്ന്. എന്നാൽ ജെയ്സൺ അത് കർശനമായി വിലക്കി. ഈ ലോകത്ത് സൗഹൃദമുള്ള രാക്ഷസന്മാർ എന്നൊരു സാധനമില്ല, അതെന്തായാലും നമ്മൾ അതിൽ നിന്ന് അകലം പാലിച്ചേ മതിയാകും എന്നവൻ തറപ്പിച്ച് പറഞ്ഞു. എന്തു വന്നാലും തൻ്റെ കുടുംബത്തെ തന്നെ സംരക്ഷിക്കും എന്നവൻ അവർക്ക് ഉറപ്പ് നൽകി. ആ രാത്രി മുതൽ അവർ 4 പേരും ഒരു മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. പരസ്പരം പിരിഞ്ഞിരിക്കാൻ അവർക്ക് ഭയമായിരുന്നു. കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. മിസ്സിസ് റിച്ചാർഡ്സൺ മരിച്ചതിനു ശേഷം അവിടെ അടുത്ത വീട്ടിലെ മറ്റൊരു ദമ്പതികൾ എപ്പോഴും വഴക്കിടുന്നത് ജെയ്സൺ ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയോ അതോ മാനസിക സമ്മർദ്ദം കൊണ്ടോ ആവാം അവരങ്ങനെ ചെയ്തിരുന്നത്. മനുഷ്യർ പതുക്കെ അവിടെ മൃഗീയ സ്വഭാവങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. തൻ്റെ കുട്ടികൾ ഇത്തരം മോശമായ കാഴ്ചകൾ കാണരുതെന്ന് കരുതി ജെയ്സൺ അവരെ ജനലിൽ നിന്നും പൂർണ്ണമായും വിലക്കി. ഒരു ദിവസം കുട്ടികൾ വീടിനുള്ളിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചിമ്മിനിയിലൂടെ ഒരു മൂടി താഴേക്ക് വീണു. ജെയ്സൺ മുകളിലേക്ക് നോക്കി. അതെ, ചിമ്മിനിയുടെ തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അതിലൂടെ പുറത്തേക്കൊരു വഴിയുണ്ട്. ഒരുപക്ഷെ അവർക്ക് അതിലൂടെ പുറത്തു കിടക്കാം. റൂത്ത് കുടുംബത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് അവൾ ചിമ്മിനിയുടെ മുകളിലേക്ക് കയറാൻ തയ്യാറായി. അങ്ങനെ ജെയ്സൺ അവളെ പതുക്കെ മുകളിലേക്ക് ഉയർത്തി കൊടുത്തു. കാരണം ഓൾറെഡി ചിമ്മിനി അത്ര നല്ല കണ്ടീഷനിലല്ല.
റൂത്ത് വളരെ പ്രയാസപ്പെട്ട് ചിമ്മിനിയുടെ മുകൾ ഭാഗം വരെ എത്തി. അവൾ പുറത്തേക്കൊരു കൈ നീട്ടി നോക്കി. അതായത് അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു പുറത്തേക്ക് പോകാനായി. എന്നാൽ അവൾക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. കാരണം ചിമ്മിനി ചെറിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഇരുമ്പ് പൈപ്പുകൾ അവൾക്ക് തടസ്സമായി നിന്നു. അതിനിടയിലൂടെ ഞൊഴിഞ്ഞു കയറാൻ അവൾക്ക് കഴിയത്തുമില്ലായിരുന്നു. നിരാശയോടെ അവർ അവളെ താഴേക്ക് വലിച്ചിറക്കി. ചിമ്മിനി വളരെ ചെറുതായതുകൊണ്ടും ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലായതുകൊണ്ടും മറ്റാർക്കും അതിലൂടെ കയറാൻ കഴിയാത്ത അവസ്ഥ. ഈ ഒരു നിമിഷമാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. കാസിഡി അസഹനീയമായ വേദന കൊണ്ട് കരയുകയാണ്. അവർ വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു. മരുന്നുകളില്ലാത്തതുകൊണ്ട് ദിവസങ്ങൾ കഴിയുന്തോറും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണത്. വേദന കൊണ്ട് പൊളിയുന്ന ആ മിണ്ടാപ്രാണിയെ കണ്ട് അവർക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: കാസിഡിയുടെ ജീവൻ എടുക്കുക. കുട്ടികളെ മാറ്റി നിർത്തി വോളിയം ഹൈയിൽ വെച്ച് സിനിമ കാട്ടി ഹൃദയം തകരുന്ന ആ ഒരു തീരുമാനമെടുക്കാൻ അവർ നിർബന്ധിതരായി. ജെയ്സൺ കണ്ണീരോടെ തൻ്റെ തോക്കെടുത്ത് കാസിഡിക്ക് നേരെ വെടിയുതിർത്തു. ആ വീട് മുഴുവൻ സങ്കടം തളം കെട്ടി നിന്നു. 4 പേരും പൊട്ടിക്കരഞ്ഞു. ജെയ്സണിന് മുന്നിൽ അടുത്ത ചോദിച്ചിനം കാസിഡിയുടെ മൃതശരീരം എന്ത് ചെയ്യുമെന്നായിരുന്നു. കാരണം പുറത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിടാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ബോഡി ചിമ്മിനിൽ വെച്ച് ദഹിപ്പിക്കാം എന്നായിരുന്നു ആൻ പറഞ്ഞത്. എന്നാൽ ജെയ്സൺ അതിന് തയ്യാറായില്ല. കാരണം അവരുടെ അവസ്ഥ അത്രയ്ക്കും ദയനീയമായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഭക്ഷണം തീർന്നു തുടങ്ങിയിരുന്നു. അവരാ ഒരു കഠിനമായ സത്യം അവരോട് പറഞ്ഞു: നമുക്കിനി ഇവൻ്റെ മാംസം മാത്രമേ ഭക്ഷണമായിട്ടുള്ളൂ. അത് സൂക്ഷിച്ചു വെച്ചാൽ കുറച്ചുനാൾ കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും. ഡാനിക്കിത് കേട്ടപ്പോൾ അറപ്പും വെറുപ്പും തോന്നി. സ്വന്തം കുട്ടിയെ പോലെ നോക്കി നായി തിന്നുകയോ? എന്നാൽ വിശപ്പിന് മുന്നേ വേറെ വഴിയില്ലായിരുന്നു. ഒടുവിൽ തന്നോട് ഇതൊന്നും പറയണമെന്നും ഇതേക്കുറിച്ചൊന്നും കേൾക്കണമെന്നും പറഞ്ഞ് അവളതിന് എതിർപ്പൊന്നും പറയാതെ പോവുകയായിരുന്നു. പിന്നീട് മാസങ്ങൾ കടന്നുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം പൂർണ്ണമായും തീർന്നു. ഒരു ദിവസം ജെയ്സൺ ജനലുടെ പുറത്തേക്ക് നോക്കുമ്പോൾ വന്യമൃഗങ്ങൾ വീടിന് പരിസരത്തൂടെ നടക്കുന്ന കണ്ടു. അവനൊരു ചെറിയ മാംസ കഷ്ണം ആ ചിമ്മിനി വഴി തൂക്കിയിറക്കി പുറത്തേക്കിട്ടു. ഒരു ചെന്നായ വന്ന് അത് കഴിക്കുന്നവൻ നോക്കിയിരുന്നു. അപ്പോഴാണ് അവൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചത്: താൻ എങ്ങനെയാണോ മീൻ പിടിക്കുന്നത് അതുപോലെ ഈ മൃഗങ്ങളെ കെണിയൊരുക്കി പിടിച്ചാൽ എന്താ? എങ്കിൽ തന്നെ കുടുംബത്തിന് പട്ടിണി കിടക്കേണ്ടി വരില്ലല്ലോ. വീണ്ടും മാസങ്ങൾ പിന്നിട്ടു. അവിടെ എന്നും മഴയാണ്. അതുപോലെ ഒരു ദിവസം വീണ്ടും കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്നത് കണ്ട ഉടനെ എല്ലാവരും ഓടിച്ചെന്ന് വീണ്ടും ജനലുകളെല്ലാം അടച്ചു. റൂത്ത് ജനലിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെടിച്ചിട്ടി എടുക്കാൻ പോയ സമയത്താണ് അവരാ കാഴ്ച കാണുന്നത്. ഒരു രാക്ഷസൻ. റൂത്തായിരുന്നു ജനലിലെ ഏറ്റവും അടുത്തായി നിന്നിരുന്നത്. അവളെ തൊടാൻ ഭാഗത്തിൽ ജനൽ ചില്ലിനപ്പുറം ആ ഭീകരജീവി നിൽക്കുന്നു. കുടുംബം മുഴുവൻ ഭയന്ന് മരവിച്ചു പോയി. ശ്വാസം വിടാൻ പോലും പേടിച്ചവർ നിന്നു. എന്നാൽ കുറച്ചുനേരം നോക്കിയ ശേഷം ആ ജീവി ആരെയും ഉപദ്രവിക്കാതെ പതുക്കെ അവിടെ നിന്നും നടന്നുപോയി. അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ശ്വാസം നേരെ വീണത്. റൂത്ത് ഓടി വന്ന് അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചു. പിന്നെയും 3 മാസങ്ങൾ കഴിഞ്ഞു. പട്ടിണി അതിൻ്റെ പാരമ്യത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നു. കുട്ടികൾ വിശന്ന് ആവശ്യരായി തുടങ്ങി. വീട്ടിൽ കഴിക്കാൻ ഒരു തരി സാധനം പോലും ഇല്ല. ഈ വലിയ മാനസിക സമ്മർദ്ദവും പട്ടിണിയും താങ്ങാൻ കഴിയാതെ ആൻ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു. ജെയ്സൺ ഓടി വന്ന് അവളെ താങ്ങി പിടിച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു. ആ കുടുംബം പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ജെയ്സൺ അവർക്ക് പ്രതീക്ഷ നൽകി: എല്ലാം ശരിയാകും, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തും. ആ സമയത്താണ് മകൻ ഗ്യാരി അവിടേക്ക് വരുന്നത്. അവൻ്റെ കയ്യിലൊരു പാത്രമുണ്ടായിരുന്നു. വീട്ടിൽ അലങ്കാരത്തിനായി വെച്ചിരുന്ന അക്വേറിയത്തിലെ മീനുകളെ അവൻ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിതെങ്കിലും കഴിക്കാച്ചാ, അവൻ പറഞ്ഞു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഗ്യാരി കാണിച്ച ആ ഒരു പക്വത ജെയ്സണിന് ചെറിയൊരു പ്രതീക്ഷ നൽകി. എന്തു വന്നാലും തങ്ങൾ ഒരുമിച്ച് ഈ പ്രതിസന്ധി നേരിടുമെന്ന് അവരെ ഉറപ്പിച്ചു. അതേസമയം ജെയ്സൺ പുറത്തു വെച്ചിരുന്ന ഇറച്ചി കഷ്ണം മൃഗങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് അവർ വീടിനുള്ളിൽ ഒരു വലിയ കെണി ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കെണി ദിവസവും ചിമ്മിനി വഴി പുറത്തേക്ക് തൂക്കി ഇറക്കി അവിടെ വെക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അതിലൊരു മൃഗവും കുടുങ്ങിയില്ല. അവർ നിരാശരായി. എന്നാൽ ഒരു ദിവസം ആ കെണിയിൽ ഒരു വലിയ അണ്ണാൻ വന്നു കുടുങ്ങി. അങ്ങനെ അവർ അണ്ണാനെ വലിച്ചെടുത്ത് അതിൻ്റെ മാംസം പാചകം ചെയ്ത് കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായ വീട്ടിൽ വീണ്ടും ചെറിയ സന്തോഷം വന്ന ദിവസമായിരുന്നു അത്. അതിനുശേഷം ജെയ്സണും ഡാനിയും ചേർന്ന് വീടിനുള്ളിൽ തന്നെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അവർ വീടിൻ്റെ തറയിലെ ബേസ്മെൻറ്റും കോൺക്രീറ്റും ഒക്കെ പൊളിച്ച് മണ്ണെടുത്ത് അവിടെ ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ ഉണ്ടാക്കി. അവിടെ പച്ചക്കറി തൈകളും മറ്റും നട്ടു. ഇത് എത്ര കാലം തങ്ങളെ ജീവിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പുറത്ത് ആളുകൾ പട്ടിണി കിടന്നും അസുഖം വന്നുമൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആത്മഹത്യ പോലും ചെയ്യുന്നുണ്ട്. എന്നാൽ ജെയ്സണും കുടുംബവും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പരസ്പരം താങ്ങായി കൂടെ നിന്നു. എല്ലാ ദിവസവും ജെയ്സൺ പുറത്തു വരുന്ന മൃഗങ്ങളെ കെണി വെച്ച് പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ വീട്ടിലെ കറണ്ട് പൂർണ്ണമായും പോയി. ഇനി ഒരിക്കലും വെളിച്ചം വരില്ല. പക്ഷേ അവർക്കതൊരു വലിയ ഞെട്ടലായിരുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കുന്ന അവർക്ക് ഉറപ്പായിരുന്നു. ഈ ഒരു നിമിഷം നമ്മൾ അന്തം വിട്ടുപോകുന്ന ഒരു ടൈം ജമ്പിലേക്ക് കടക്കുകയാണ്. ആഴ്ചകളോ മാസങ്ങളൊന്നുമല്ല, 5 വർഷങ്ങൾക്ക് ശേഷം. കാലം അതിവേഗം മുന്നോട്ട് പോയി. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഇപ്പോൾ കൃത്യം 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഗ്യാരിയും റൂത്തും ഇപ്പോൾ ചെറിയ കുട്ടികളല്ല, അവർ വലിയവരായിരിക്കുന്നു. പുറത്ത് ലോകം പൂർണ്ണമായി മാറിയിരിക്കുന്നു. അവിടെ അയൽക്കാരെല്ലാം എന്നേ മരിച്ചുപോയി. ആ കോളനി മുഴുവൻ ഭയപ്പെടുന്ന ഒരു ശ്മശാന മൂകതയാണ്. ഈ 5 വർഷവും ജെയ്സൺ മൃഗങ്ങളെ വേട്ടയാടിയും
ആൻ വീടിനുള്ളിലെ കൃഷിത്തോട്ടം പരിപാലിച്ചൊക്കെയാണ് ഈ കുടുംബത്തെ പട്ടിണിയില്ലാതെ നോക്കിയത്. ഒരു ദിവസം ആൻ ജെയ്സന്റെ മുടി വെട്ടിക്കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, ജെയ്സൺ, ഗ്യാരിക്ക് ഇപ്പോൾ എപ്പോഴും ദേഷ്യമാണ്. അവൻ വലുതാകും തോറും അവൻ്റെ ഉള്ളിൽ സങ്കടം ദേഷ്യമായി മാറുകയാണ്. റൂത്തിൻ്റെ കാര്യം വൈകാതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ജെയ്സൺ താൻ പുറത്തു വെച്ചിരുന്ന കെണികൾ കുറച്ചുകൂടി ആധുനികമാക്കി മാറ്റിയിരുന്നു. ഇപ്പോൾ ഒരു മൃഗം കുടുങ്ങിയാൽ അത് തനിയെ വീടിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് ട്രാപ്പുകൾ അവൻ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയത് ഗരാജിലെ ബിൽഡിംഗ് മെഷീനും മറ്റായുധങ്ങളും സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആനൊരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ വീട് മുമ്പത്തേക്കാൾ വേഗത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തറയിലെ വിള്ളലുകൾ വലുതാകുന്നു, ചുമരുകൾ കുലുങ്ങുന്നു. അവളത് ജെയ്സണോട് പറഞ്ഞു. ജെയ്സണാകട്ടെ വളരെ നിസ്സഹായതയോടെ പറഞ്ഞു, ആൻ, കഴിഞ്ഞ 5 വർഷമായി പുറത്ത് നിർത്താതെ മഴ പെയ്യുകയാണ്. ഈ വീടിനടിയിലെ മണ്ണെല്ലാം കുതിർന്നൊലിച്ചു പോകുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഈ വീട് മുഴുവനായും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകും. ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയ ഭയമായി. പിന്നീട് ജെയ്സൺ എല്ലാവരെയും ഗരാജിലേക്ക് വിളിച്ചു കൂട്ടി. അവിടെ ഒരു പഴയ കാർ കേടുപാടുകളൊക്കെ തീർത്ത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വലിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട്. ഇതെൻ്റെ ഗ്യാരിക്ക് ദേഷ്യം വന്നു. ഈ കാർ നന്നാക്കിയിട്ട് എന്ത് കാര്യം? നമുക്കൊരിക്കലും ഇത് ഓടിച്ച് പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. ജെയ്സൺ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്യാരി. നമുക്ക് ജീവിക്കണമെങ്കിൽ ഉള്ള സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ മതിയാവും. അതിന് നീയും എന്നെ സഹായിക്കണം. എന്നാൽ ഗ്യാരി അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. ഗ്യാരി പോയതിനു ശേഷം ആൻ ജെയ്സണോട് പറഞ്ഞു, നമ്മൾ കുട്ടികളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം ജെയ്സൺ. അവർ വളർന്ന് വലുതായി. ഒരേ വീട്ടിലാണെങ്കിലും നമ്മൾ തമ്മിലുള്ള അകലം കൂടി വരികയാണ്. അവർക്ക് നമ്മുടെ ആവശ്യമുള്ള സമയമാണിത്. ജെയ്സൺ അത് ശരിവെച്ചു. താനൊരു നല്ല അച്ഛനായിരിക്കണം എന്നവൻ തീരുമാനിച്ചു. കുറച്ച് നേരത്തിന് ശേഷം പുറത്തു വീണ്ടും കനത്ത മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവരും വേഗം താഴത്തെ നിലയിലേക്കെത്തി ജനലുകളും വാതിലുകളും സീൽ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് വീടിന് പുറത്ത് ആ ഭീകരജീവി വീണ്ടും വരുന്നത്. എന്നാൽ ഇത്തവണ വലിയൊരു മാറ്റമുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ എപ്പോഴും സീലായി കിടക്കാനുള്ള അവരുടെ മുൻവാതിൽ ഇത്തവണ പതുക്കെ തുറക്കാൻ തുടങ്ങുന്നു. ആ ജീവിയുടെ സാന്നിധ്യം ആ മാന്ത്രിക കവചത്തെ ഭേദിച്ചിരിക്കുന്നു. കുടുംബം മുഴുവൻ പേടിച്ചുറച്ച് ഓരോ സാധനങ്ങളുടെ പിന്നിലായും അടിയിലായും ഒളിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം ആ വലിയ രാക്ഷസൻ മുൻവാതിൽ പൂർണ്ണമായും തുറന്ന് വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചു. അത് അവരെയും തിരഞ്ഞ് ഓരോ മുറിയുടെയും പതുക്കെ നടക്കുകയാണ്. ആ ജീവിയുടെ ശരീരത്തിൽ നിന്നും അതിശൈത്യമുള്ള ഒരു തരം തണുപ്പ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് നടന്നു വരുന്ന വഴിയിലുള്ള ആനിൻ്റെ കൃഷിത്തോട്ടത്തിലെ ചെടികളെല്ലാം ആ തണുപ്പേറ്റ് നിമിഷ നേരം കൊണ്ട് ഫ്രീസായിപ്പോയി. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന വെള്ളം പോലും. തൻ്റെ 5 വർഷത്തെ അധ്വാനം കൺമുന്നിൽ വെച്ച് നശിച്ചു പോകുന്ന കണ്ട ആനിന് ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായി. അവൾ പതുക്കെ ജെയ്സണോട് ആ തോക്ക് തരാൻ പറഞ്ഞു. ആ ജീവിയെ കൊല്ലാൻ നോക്കാതെ വേറെ വഴിയില്ല. രാക്ഷസൻ അവരെ അന്വേഷിച്ച് വീടിൻ്റെ എല്ലാ മൂലയിലും പരതിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നും വലിയൊരു ശബ്ദം കിട്ടു. ഇത് കേട്ട ജീവി അവരെ അന്വേഷിക്കുന്ന നിർത്തി തിരിഞ്ഞു നടന്ന് വീടിനെ പുറത്തേക്ക് തന്നെ പോയി. എന്നാൽ ഗ്യാരി ഈ ഒരു അവസരം നോക്കി പുറത്തേക്ക് ചാടാൻ നോക്കിയെങ്കിലും ജെയ്സൺ തടഞ്ഞു നിർത്തി. മാത്രമല്ല പുറത്തേക്ക് ഓടുന്നതിന് മുമ്പ് തന്നെ തുറന്നു കിടന്ന ആ ഒരു മുൻവാതിൽ വലിയ ശബ്ദത്തോടെ തനിയെ അടയുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് റൂത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ രാക്ഷസൻ വീടിനുള്ളിലേക്ക് നടന്നു വന്നപ്പോൾ അതിൻ്റെ കാലിലൂടെ വീടിനുള്ളിലേക്ക് വന്ന വെള്ളം അതൊരു സാധാരണ മഴവെള്ളം ആയിരുന്നില്ല. അതൊരു ഉപ്പുവെള്ളമായിരുന്നു. അതെ, കടൽ വെള്ളം. ഇന്നലെ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ മഴ അങ്ങ് നിന്നു. ഇതുവരെ ഇല്ലാത്ത ഓരോ മാറ്റങ്ങൾ കണ്ടതും വലിയ പ്രതീക്ഷയോടെ അവർ വേഗം മുൻവാതിലിനടുത്തേക്ക് പോയി അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പഴയതുപോലെ അത് ഉറച്ചു തന്നെ പോയിരുന്നു. റൂത്ത് തൻ്റെ തിയറി പറയാൻ തുടങ്ങി. ഒരുപക്ഷെ ഇതൊരു കടൽ രാക്ഷസനായിരിക്കുമോ? പഴയ കഥകളിലെ ലെവിയാഥൻ, ക്രാക്കൺ അല്ലെങ്കിൽ മെർമെയ്ഡ് പോലെയുള്ള എന്തെങ്കിലും ജീവികൾ? അച്ഛാ, ഈ ഭൂമിയിൽ ഭൂരിഭാഗവും സമുദ്രമാണ്. അതിൻ്റെ 80% മനുഷ്യർ ഇന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിനിടയിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും കൃത്യമായി അറിയത്തില്ല. ഒരുപക്ഷെ ഈ ലോകം ഇപ്പോൾ അവർ കീഴടക്കിയതായിരിക്കും. നമ്മളവരുടെ ലോകത്ത് പെട്ടുപോയതാകും. ഇതിനിടെ ജെയ്സൺ അവളെ നോക്കി വളരെ ദൃഢതയോടെ പറഞ്ഞു, മോളെ, ഇത് നമ്മുടെ വീടാണ്. ഈ ലോകം നമ്മുടേത് കൂടിയാണ്. അവരെ നമ്മൾ തോൽപ്പിക്കും. റൂത്ത് അത് കേട്ട് പതുക്കെ തലയാട്ടി. അപ്പോഴാണ് ഡാനി തൻ്റെ ചെടികൾ പരിശോധിച്ചത്. ആ ജീവികൾ കൊണ്ടുവന്ന കടൽ വെള്ളത്തിലെ ഉപ്പ് തട്ടി അവളുടെ ചെടികൾ പൂർണ്ണമായി നശിച്ചു പോയിരുന്നു. ഇനി അവർക്ക് ഭക്ഷണം ലഭിക്കാൻ വേറെ വഴിയില്ല. എല്ലാം ഒന്നേയും തുടങ്ങേണ്ട അവസ്ഥ. ഈ ഒരു സമയത്താണ് ജെയ്സന്റെ ഓട്ടോമാറ്റിക് ട്രാപ്പിൽ ഒരെണ്ണം കുടുങ്ങി അത് വീടിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത്. റൂത്ത് വേഗം അതിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അത് കെണിയിൽപ്പെടാത്തത്ര വളരെ ചെറുതായിരുന്നു. അവളതിനെടുത്ത് ഇണക്കാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് റൂത്തിനെ ആക്രമിച്ചു. അത് അവളുടെ കയ്യിൽ ആഴത്തിൽ മാന്തി കടിച്ച് പരിക്കേൽപ്പിച്ചു. റൂത്ത് നിലവിളിച്ചു. ജെയ്സൺ ഓടി വന്ന അണ്ണാനെ കൊന്നുകളഞ്ഞെങ്കിലും റൂത്തിൻ്റെ പരിക്ക് ഗുരുതരമായിരുന്നു. അന്ന് രാത്രിയായപ്പോഴത്തേക്കും റൂത്തിൻ്റെ മുറിവിൽ ഇൻഫെക്ഷനായി. അവളുടെ ആരോഗ്യനില വളരെ മോശമായി. പനിയും വേദനയും കൊണ്ട് അവൾ പൊളഞ്ഞു. എന്നാൽ അവളുടെ കയ്യിൽ ശുദ്ധമായ വെള്ളം പോലുമില്ലായിരുന്നു. മുറിവുണക്കാനുള്ള ആൻറ്റിബയോട്ടിക്കുകളൊന്നും ആ വീട്ടിലില്ല. തൻ്റെ മകൾ കൺമുന്നിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ ജെയ്സന് കഴിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ജെയ്സന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ഗരാജിലേക്ക് ഓടിപ്പോയി കാർ സ്റ്റാർട്ട് ചെയ്തു. ആ കാർ ഗരാജിൻ്റെ ഡോറിലേക്ക് ശക്തിയായി അടിച്ചു കയറ്റി. എങ്ങനെയും വാതിൽ പൊളിച്ച് പുറത്തു കിടക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ വാതിൽ അനങ്ങിയില്ല. പകരം കാർ തകർന്ന് ജെയ്സന് ഗുരുതരമായി പരിക്കേറ്റു. ആനും ഗ്യാരി ഓടി വന്ന് അവനെ കാറിൽ നിന്നും പുറത്തെടുത്തു.
വേദനയോടെ കിടക്കുമ്പോഴാണ് ജെയ്സൺ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വീടിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണല്ലോ. എങ്കിൽ വീടിൻ്റെ തറ തുറന്നാൽ പുറത്തു കിടക്കാൻ ഒരു വഴി കിട്ടിയേക്കാം. അവൻ വേറൊന്നും നോക്കാതെ വേഗം തറയിലെ പലകൾ പൊളിച്ചു മാറ്റാൻ തുടങ്ങി. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവർ ഭൂമിക്കിടയിലൂടെ പോകുന്ന ഒരു ചെറിയ സ്യൂവേജ് ടണൽ, മലിനജലം പോകുന്ന പൈപ്പ് ലൈൻ കണ്ടെത്തി. എന്നാൽ ആ ടണലിലേക്ക് പോകാനുള്ള വഴി വളരെ ചെറുതായിരുന്നു. ജെയ്സൺ അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല. മാത്രമല്ല, മകളുടെ കാര്യത്തിൽ ഇനി സമയം അധികം ഇല്ലാത്തതിനാൽ ആൻ അതിലൂടെ പോകാൻ തയ്യാറായി. ജെയ്സൺ അവളോട് പറഞ്ഞു, ആൻ, നീ ഇതിലൂടെ പോയി റിച്ചാർഡ്സന്റെ വീട്ടിൽ കയറണം. കാരണം അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നുകൊണ്ട് അവിടെ തീർച്ചയായും ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാവും. അത് റൂത്തിന് വളരെ ഗുണം ചെയ്യും. അങ്ങനെ ആൻ ആ ഇരുണ്ട ഇടുങ്ങിയ തുരങ്കത്തിലൂടെ എഴുതി നീങ്ങാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട് അവൾ റിച്ചാർഡ്സന്റെ വീടിൻ്റെ അടുത്തട്ടിലെത്തി. അവൾ അവിടേക്ക് എത്തിയപ്പോൾ ജെയ്സണെങ്കിയായിരിക്കും വലിയ ആശ്വാസമായി. അങ്ങനെ ആൻ റിച്ചാർഡ്സന്റെ വീടിനുള്ളിലേക്ക് കയറി. വീടാകെ വെള്ളം കയറി നശിച്ചു കിടക്കുകയാണ്. അവിടെ റിച്ചാർഡ്സന്റെ ഭാര്യയുടെ മൃതദേഹം അഴുകിയ നിലയിൽ കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് വീണ്ടും പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയത്. ഡാനി വേഗം വീടാകെ തിരിഞ്ഞ് ആവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തി. എന്നാൽ അപ്പോഴേക്കും ചില രാക്ഷസന്മാർ ആ വീടിനുള്ളിലേക്ക് കയറി വന്നിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ഒളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ബേസ്മെൻറ്റിലേക്ക് ഓടി. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് അതിലും ഭീകരമായ കാഴ്ചയായിരുന്നു. പെരുമഴയാൽ സ്യൂറിൽ പകുതിയും വെള്ളം കയറിയിരുന്നു. മാത്രമല്ല, അവിടെ മിസ്റ്റർ റിച്ചാർഡ്സന്റെ മൃതദേഹവും. ആ ഞെട്ടലിൽ അവൾ അറിയാതെ അലറി കരഞ്ഞുപോയി. ശബ്ദം കേട്ട് രാക്ഷസന്മാർ അങ്ങോട്ടേക്ക് ഓടി വന്നു. ആൻ ജീവനം കൊണ്ട് ആ തുരങ്കത്തിലൂടെ തിരികെ ഇടയാൻ തുടങ്ങിയെങ്കിലും ഒരു ജീവി അവളെ കണ്ടു. അതവൾക്ക് പിന്നാലെ തുരങ്കത്തിലേക്ക് കയറി. വേറെ വഴിയില്ലാതെ ആൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റളെടുത്ത് അതിന് നേരെ പിടിവെച്ചു. പിടിവെച്ച് കേട്ട ജെയ്സൺ വേഗം തുരങ്കത്തിൻ്റെ അരികിലേക്ക് വന്ന് കയറിട്ട് കൊടുത്ത് ആനെ വലിച്ച് മുകളിലേക്ക് കയറ്റി. എന്നാൽ ആ ജീവി മുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ജെയ്സൺ തൊട്ടടുത്തുള്ളൊരു കൊച്ചു ഭിത്തി പൊളിച്ചിട്ട് ആ തുരങ്കത്തിൻ്റെ വായുഭാഗം അടച്ചുപൂട്ടി. അവർ തലനാരിലേക്ക് രക്ഷപ്പെട്ടു. ഡാനി കൊണ്ടുവന്ന ആൻറ്റിബയോട്ടിക്കുകൾ നൽകിയതോടെ റൂത്തിൻ്റെ അസുഖം പതുക്കെ മാറി തുടങ്ങി. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആശ്വാസം ഉണ്ടായെങ്കിലും ജെയ്സൺ എന്നോട് പറഞ്ഞു, ആ രാക്ഷസന്മാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും നമ്മൾ ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടെന്ന്. ഇനി അധികം വൈകാതെ അവർ നമ്മളെ തേടി വരും. അവർ നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ അവരെ കൊല്ലണം. ഇത്രയും കാലം ഒളിച്ചിരുന്നത് മതി. ഇനി എന്തു വന്നാലും ഒരുമിച്ച് തന്നെ. അങ്ങനെ ആ കുടുംബം ഒന്നടങ്കം ആ തീരുമാനത്തെ അംഗീകരിച്ചു. ഗ്യാരി ഒരു പുതിയ ബുദ്ധി ഉപദേശിച്ചു. അവർക്ക് ഈ വീട്ടിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ നമ്മൾ ഈ വീട് മുഴുവൻ അവർക്കായി ചെറിയ കെണികൾ ഒരുക്കണം. അതിലൂടെ നമുക്കവരെ ആക്രമിക്കാം. അങ്ങനെ അവരൊരുമിച്ച് ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വീടിൻ്റെ പല ഭാഗങ്ങളും തുറന്നിട്ട് അവർ കെണികൾ ഉണ്ടാക്കി. തങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള അവസാനത്തെ പോരാട്ടമായിരുന്നു അത്. ഈ സമയത്തിനുള്ളിൽ റൂത്തിനും കുറച്ച് ഭേദമായി അവരോടൊപ്പം ചേർന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. പെരുമഴ പെയ്യുന്ന സമയത്ത് അവർ 4 പേരും ആയുധങ്ങളുമായി ജനലുകൾക്കരിയിൽ കാത്തുനിന്നു. പെട്ടെന്ന് വീടിൻ്റെ പല ഭാഗത്തുകൂടിയും വെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. റിച്ചാർഡ്സന്റെ വീട്ടിൽ സംഭവിച്ചത് ഇപ്പോൾ അവരുടെ വീട്ടിലും സംഭവിക്കുകയാണ്. ഒരു വലിയ രാക്ഷസൻ വീടിനുള്ളിലേക്ക് കടന്നു വന്നു. ആൻ അവളുണ്ടാക്കി വെച്ചിരുന്ന ഒരു ചെറിയ ബോംബ് അതിന് നേരെ എറിഞ്ഞു. വലിയൊരു പെട്ടിത്തെറിയോടെ ആ ജീവിയുടെ ശരീരത്തിൽ തീ പിടിച്ചു. ആ ദേഷ്യത്തോടെ അവിടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ജെയ്സണാകട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഹാർപ്പൂണെടുത്ത് അതിന് നേരെ തൊടുത്തു. എന്നാൽ ആദ്യത്തെ ഏറ് ലക്ഷ്യം തെറ്റി. ഒട്ടും സമയം കളയാതെ അവൻ ആ കുന്തമെടുത്ത് വീണ്ടും പറഞ്ഞു. ഇത്തവണ അത് കൃത്യമായി ആ ജീവിയുടെ ശരീരത്തിൽ തറച്ചു കയറി. അതിന് ഗുരുതരമായ പരിക്കേറ്റു. എന്നിട്ടും അതവരെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. അവർ 4 പേരും വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറി. ഇന്നേരം താഴെ ഏകദേശം പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരുന്നു. ആ ജീവിയും പിന്നാലെ ചെന്നു. എന്നാൽ ഇതവരുടെ കെണിയായിരുന്നു. ജീവി അടുത്തേക്ക് എത്തിയതും അവർ 4 പേരും ഒന്നിച്ച് അതിനെ ആക്രമിച്ചു. കൂടുതൽ കുന്തങ്ങൾ അതിൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. അവർ നേരത്തെ തന്നെ ആ ജീവിയുടെ ദേഹത്ത് വീഴാൻ ഭാഗത്തിൽ വലിയ വടങ്ങൾ കുരുക്കിയിട്ടിരുന്നു. ആ വടത്തിൻ്റെ ഒരറ്റം അവരുടെ കാറുമായി ബന്ധിപ്പിച്ചിരുന്നതായിരുന്നു. ജീവി കുതിരമാറാൻ ശ്രമിച്ചപ്പോൾ കാറിൻ്റെ വലിയ ഭാരം കാരണം ആ താഴത്തെ നിലയിലെ വെള്ളത്തിലേക്ക് വീണു. ഇതോടെ ആ വടം മുകളിലുള്ള ജീവിയുടെ ശരീരത്തിൽ വരിഞ്ഞു മുറുകി. അത് വേദന കൊണ്ട് അലറി വിളിച്ചു. ആ ജീവി പൂർണ്ണമായും അവരുടെ മുന്നിൽ തോറ്റുപോയി. ഇതോടെ ജെയ്സൺ സകല ദേഷ്യവും വെച്ചിട്ട് ആ ജീവിയുടെ അടുത്തേക്ക് പോയി കത്തിവെച്ച് അലറി, മുൻപതിൽ തുറക്ക്, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം. എന്നാൽ റൂത്ത് അവനെ തടഞ്ഞു. അച്ഛാ, നമ്മളതിനെ കൊന്ന ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും. ഇത് കേട്ടതും അവൻ എന്തൊക്കെയോ സ്ട്രൈക്കായി. ജെയ്സൺ ആ ജീവിയെ സൂക്ഷിച്ചു നോക്കി. മുൻപ് റൂത്ത് ആനും പറഞ്ഞ പല കാര്യങ്ങളും അവൻ്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു. അതോടെ അത്ഭുതകരമായ കാര്യം അവൻ തിരിച്ചറിഞ്ഞു. ആ ജീവി ഇപ്പോൾ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതല്ല, പകരം അത് പേടിച്ച് വിറയ്ക്കുകയാണ്. അതായത് റൂത്ത് പറഞ്ഞ കാര്യങ്ങൾ, എല്ലാ ജീവികളും ഉപദ്രവകാരികളല്ല, ചിലത് പാവങ്ങളാണ്. ജെയ്സന്റെ ഉള്ള ദേഷ്യം അലിഞ്ഞില്ലാതായി. ആ ജീവിയെ കൊല്ലുന്നതിന് പകരം അവൻ തൻ്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് അതിനെ വരിഞ്ഞു മുറുക്കിയിരുന്ന വടങ്ങൾ മുറിച്ചു മാറ്റി അതിനെ സ്വതന്ത്രനാക്കി. എന്നിട്ട് അവൻ ആ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ ജീവി പതുക്കെ എഴുന്നേറ്റ് നിന്നു. അത് ജെയ്സനെയും കുടുംബത്തെയും കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നാൽ അടുത്ത നിമിഷം സംഭവിച്ചതോ, അതിൻ്റെ ആ മാന്ത്രിക ശക്തിയാൽ ആ മുൻവാതിൽ അവർക്കായി തുറന്നു കൊടുത്തു. കാരണം ആ രാക്ഷസന് മനുഷ്യൻ്റെ കരുണ മനസ്സിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം, അതെ കൃത്യം 5 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബം ആദ്യമായി വീടിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചു. അവർ പുറത്തിറങ്ങിയ ഉടനെ ചുറ്റുപാടിൽ നിന്നും അതുപോലത്തെ വലിയ ഭീകരജീവികൾ അവരെ വളഞ്ഞു. എന്നാൽ അവർക്ക് ഭയമുണ്ടായിരുന്നില്ല. കാരണം ജെയ്സൺ രക്ഷിച്ച ജീവി വീടിനുള്ളിൽ നിന്നും പുറത്തു വന്ന് മറ്റു ജീവികൾക്ക് ഒരു സിഗ്നൽ നൽകി. ഇവരെ ഉപദ്രവിക്കരുത് എന്നായിരുന്നു ആ ഒരു സിഗ്നൽ.
മറ്റു രാക്ഷസന്മാർ അതനുസരിച്ച് അവിടെ നിന്ന് പതുക്കെ തിരിഞ്ഞു നടന്നു. ഇന്നേരന്മാർ തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളുടെ വീട് പൂർണ്ണമായും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നവർ കണ്ടു. 5 വർഷമായി പെയ്തുകൊണ്ടിരുന്ന ആ വലിയ മഴ ഇപ്പോൾ പൂർണ്ണമായി നിന്നിരിക്കുന്നു. ആകാശം തെളിഞ്ഞു. അവർ ചുറ്റും നോക്കി. ആ നഗരം മുഴുവൻ നശിച്ചു പോയിരുന്നു. അവിടെയൊന്നും ഒരു മനുഷ്യജീവി പോലുമില്ല. അവർ ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ കയറി തങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ശേഖരിച്ചു. എന്നിട്ട് ആവശ്യമുണ്ടായിരുന്ന ഒരു വലിയ ബോട്ടിൽ അതെല്ലാം കയറ്റി, തുടക്കത്തിൽ പറഞ്ഞ അയൽക്കാരൻ്റെ ബോട്ടിലേക്ക്. അങ്ങനെ പുതിയൊരു ജീവിതം തേടി അവർ യാത്ര തിരിക്കുകയാണ്. യാത്രക്കിടയിൽ റൂത്ത് തൻ്റെ കണ്ടെത്തുകൾ വിശദീകരിച്ചു. തങ്ങളെല്ലാം ഇന്ന് ജീവനോടിരിക്കാൻ കാരണം അവരാ ജീവിയോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. തങ്ങൾ കരുണ കാണിച്ചപ്പോൾ ആ തങ്ങളോടും കരുണ കാണിച്ചു. അതായിരുന്നു സത്യം. അങ്ങനെ അവർ ആ ബോട്ടിൽ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ അടുത്ത പ്രധാന ദൗത്യം ഈ ലോകത്ത് മറ്റാരെങ്കിലും അവശേഷിക്കുന്നുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ ബോട്ടിൻ്റെ റേഡിയോയിൽ നിന്നും ഒരു പ്രതികരണം വന്നു. ഈ മഹാദുരന്തത്തെ അതിജീവിച്ച മറ്റേതോ മനുഷ്യർ റേഡിയോയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യർ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന വലിയൊരു പ്രതീക്ഷ ആ റേഡിയോ ശബ്ദം അവർക്ക് നൽകി. തങ്ങളെപ്പോലെ അതിജീവിച്ച മറ്റു മനുഷ്യരെ തേടി പുതിയൊരു ലോകത്തേക്ക് അവർ യാത്രയാകുന്നതോടെ വളരെ മനോഹരവും നന്മ നിറഞ്ഞതുമായ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സർവൈവലിനെ പറ്റി പറയുന്നതോടൊപ്പം തന്നെ പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും മനുഷ്യന് കാണിക്കേണ്ട കരുണയെക്കുറിച്ചും ഈ സിനിമ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ആ ജീവികൾ അന്യഗ്രഹ ജീവികളല്ല, മറിച്ച് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ സമുദ്രജീവികളാണവ. മനുഷ്യന് ഭൂമിക്ക് വരുത്തിയ പാരിസ്ഥിതിക നാശത്തിനും മലിനീകരണത്തിനുമെതിരെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവയാണ് ആ ജീവികൾ. ഒരു ഘട്ടത്തിൽ ആ ജീവികളിൽ ഒരെണ്ണം വീടിനുള്ളിൽ വെള്ളം കയറ്റി കുടുംബത്തെ കൊല്ലാൻ നോക്കുന്നു. എന്നാൽ ജെയ്സണും കുടുംബവും തങ്ങളുടെ ആയുധവും ബുദ്ധിയും കൊണ്ട് ആ ജീവിയെ കീഴ്പ്പെടുത്തുന്നു. അതിനെ കൊന്നുകളയാൻ അവസരമുണ്ടായിട്ടും കുട്ടികൾ കാണിച്ച കാരുണ്യവും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി ജെയ്സൺ ആ ജീവിയെ ഉപദ്രവിക്കാതെ വെറുതെ വിടുന്നു. മനുഷ്യന് വെറും നശീകരണകാരികളല്ലെന്നും മാറ്റത്തിന് തയ്യാറാണെന്നും ആ ജീവി തിരിച്ചറിയുന്നു. തുടർന്ന് അത് വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം ആ കുടുംബം ആദ്യമായി പുറംലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ചുരുക്കത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷവും പരസ്പരമുള്ള തിരിച്ചറിവിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മാത്രം സാധ്യമാകുന്ന അതിജീവനമാണ് ഈ ചിത്രത്തിൻ്റെ അവസാനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ സർവൈവൽ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. See you and take care, lovelies.